നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മരിച്ചു പോയവരെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? അവരുടെ സാന്നിധ്യം എപ്പോഴെങ്കിലും സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. സ്വപ്നശാസ്ത്രമനുസരിച്ച് മരിച്ചവരെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മരിച്ചുപോയവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണോ ചീത്തയാണോ, അതുപോലെ തന്നെ ഈ സ്വപ്നങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന സൂചനകൾ എന്തൊക്കെയാണ്, ഇത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ മരിച്ചുപോയവർ സ്വപ്നത്തിൽ വരുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിതൃക്കളെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് ശുഭകരമായിട്ടാണ് കണക്കാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമൊക്കെ വരാനിരിക്കുന്ന സമയങ്ങളിൽ, നിങ്ങൾക്ക് നല്ല ജോലിയും നല്ല കരിയറും ഒക്കെ ലഭിക്കാൻ പോകുന്ന ആ ഒരു സമയത്തൊക്കെ പിതൃക്കളെ നിങ്ങൾക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല സന്തോഷങ്ങളൊക്കെ വരുന്ന സമയത്ത്, സമൂഹത്തിൽ സ്ഥാനവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള പ്രത്യേക സമയത്തൊക്കെയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കന്മാരെ സ്വപ്നം കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിതൃക്കളെയാണ് സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നല്ല ഒരു മാറ്റത്തിലേക്ക്, നല്ല ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ ജീവിതം കടക്കാൻ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പല ആഗ്രഹങ്ങളും ബാക്കി വെച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മരണപ്പെട്ടു പോയ പിതൃക്കൾ കാണുമല്ലോ, അവരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ചിലപ്പോൾ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിന്, ആ ഒരു ആത്മാവിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ജ്യോതിഷിയെ കണ്ട് നോക്കി അവർ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചുപോയവരെ സ്വപ്നം കാണുമ്പോൾ പല ഭാവത്തിലാണ് നമ്മൾ അവരെ കാണുന്നത്. ചിലപ്പോൾ ദേഷ്യത്തോടെയാകാം, സന്തോഷത്തോടെയാകാം, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിലാവാം, നമ്മളോട് എന്തെങ്കിലും പറയുന്ന രീതിയിലാകാം. എങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് എന്ന് നമുക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഭാവത്തിലും നമ്മൾ അവരെ കാണുമ്പോൾ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളാണ് ശാസ്ത്രം പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ മരിച്ചുപോയവർ നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണ്, നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിലാണ് സ്വപ്നത്തിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇതിനെ കണക്കാക്കാം. നമുക്ക് അനുഗ്രഹം നൽകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളിലും നമ്മൾ സന്തോഷത്തോടെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിറയാൻ പോകുന്നു എന്നതാണ് നമ്മൾ അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്. നമ്മുടെ ജീവിതം കണ്ട് മരിച്ചുപോയവരുടെ ആത്മാവ് പോലും സന്തോഷിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഇനി അതുപോലെ തന്നെ അവർ കോപത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ദുസൂചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് ആ ദേഷ്യത്തോടെ നമ്മുടെ മുന്നിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വെല്ലുവിളികൾ നേരിടാൻ സമയമായി, നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു, പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള ഒരു മുന്നോടിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അങ്ങനെ കോപത്തിൽ നമ്മുടെ സ്വപ്നത്തിൽ മരിച്ചുപോയവർ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്കുള്ള ഒരു അറിയിപ്പായിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഒരല്പം ശ്രദ്ധയോടുകൂടി നടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള ഭാവത്തിലാണ് നിങ്ങൾ മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നൽകുന്ന കർമ്മങ്ങളിൽ അവർ സംതൃപ്തരാണ് എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. മാത്രമല്ല സ്വപ്നത്തിൽ അവർ നിങ്ങളുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും കുടുംബവുമായിട്ടുള്ള അവരുടെ അടുപ്പത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അവർ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ നമ്മുടെ ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് നമ്മളെ നടത്താൻ സഹായിക്കുന്നുണ്ട് എന്നതൊന്ന് തിരിച്ചറിയുക. ഇനി അടുത്തതായിട്ട് മരിച്ചുപോയവര് നമ്മുടെ സ്വപ്നത്തിൽ വന്ന് നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ് എന്നതുപോലെയാണ് സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു എന്നതാണ്. മാത്രമല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അകന്നു പോകുന്നു എന്നതിന് സമയമായിട്ടാണ് ഈ ഒരു സ്വപ്നത്തെ നിങ്ങൾ കണക്കാക്കേണ്ടത്. പ്രശ്നകരമായ ഒരു അവസ്ഥയിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സമയമായി എന്നൊരു സൂചനയും നമുക്കിതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത്, വലിയൊരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത്, വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയവര് സ്വപ്നത്തിൽ വന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും ഒക്കെയും ഇല്ലാതാവാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടൊരു ശക്തിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. എന്താണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നൽകുന്ന സൂചനകൾ ശുഭകരമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല അർത്ഥങ്ങളാണ് അല്ലെങ്കിൽ ശുഭസൂചനകളായിട്ടുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതല്ല ദുസ്സൂചനകളായിട്ടുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകും, അല്ലെ? പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ സ്വപ്നം കാണും, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടത് എന്നുള്ള ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല. പകരം എന്തോ ഒരു സ്വപ്നം ഇന്നലെ കണ്ടു എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടാവും. പക്ഷെ എന്താണ് ആ സ്വപ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യമായിരിക്കും. പക്ഷെ മരിച്ചുപോയ ആളുകളെയൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ, അവരുടെ സാന്നിധ്യം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും മറന്നു പോവുകയില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഇരിക്കും, നമ്മൾ ഓർത്തിരിക്കും. അത് ഇങ്ങനെയുള്ള സ്വപ്നത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമുക്ക് പറയാം. നമ്മൾ മറന്നു പോകാത്ത ചില സ്വപ്നങ്ങളിലാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പിതൃക്കന്മാരൊക്കെ വന്ന് കാട്ടിത്തരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്യുകയും അതേപോലെ നല്ല രീതിയിലാണ് എങ്കിൽ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നമ്മളത് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിതൃക്കളുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ പിതൃക്കന്മാരുണ്ടാവും. നമ്മളെ നല്ല വഴിയിലേക്ക് തിരിക്കാനും ചീത്ത വഴിയിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ സ്വപ്നത്തിൽ നമ്മുടെ പിതൃക്കന്മാരെ, മരിച്ചുപോയവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയായിട്ട് തന്നെ ഇത് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ആരും പേടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയവരെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാനും നിങ്ങളെ നല്ല വഴിയിലേക്ക് നടത്താനുമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.